ഹായ് ഡിയേഴ്സ്, ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു വെജിറ്റബിൾ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുറച്ച് ചോറ് മീതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് രാവിലെ കുട്ടികൾക്ക് ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ രാത്രിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ രാവിലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നല്ല ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ഒരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഈ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, ഒനിയന്, ബീൻസ്, ഇങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസ് കേട്ടോ. നമ്മളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, അതും കൂടി ചേർത്തിട്ട് വേണം ഇത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി വേണം കേട്ടോ. ഞാനിത് വീഡിയോയിൽ വിട്ടുപോയതാണ്, അതുകൂടി എടുക്കുക. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ വെജിറ്റബിൾസ് ഇടുന്നതിന് മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ എണ്ണ ചൂടായിട്ട് ജീരകം പൊട്ടിച്ചിട്ട് ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ ആകുമ്പോൾ അത് ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നും രാവിലെ എന്താ ഉണ്ടാക്കുക എന്നുള്ള ടെൻഷനാണല്ലേ, കുട്ടികൾക്ക് എന്താ കൊടുത്തു വിടുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെജിറ്റബിൾസ് കുറച്ച് രാത്രിയിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെയുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഈ വെജിറ്റബിൾസ് എല്ലാം വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് വെന്താൽ മതിയാകും കേട്ടോ. ഒരുപാടങ്ങ് ഇത് വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് വെന്തുകൊള്ളും. ആ വെള്ളത്തിൽ തന്നെ, ആ വെജിറ്റബിൾസിൽ വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ കിടന്ന് അത് വെന്തുകൊള്ളും. അപ്പോൾ സിമ്മിലിട്ടിട്ട് അതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ അടിയിൽ പിടിക്കില്ല എങ്കിലും ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതും കൂടി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരണം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അത് പച്ചക്കറിയെല്ലാം നല്ലതായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പരുവത്തിനനുസരിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. നമ്മുടെ പച്ചക്കറിയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം ഒന്ന് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. പച്ചക്കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, എല്ലാം ടീസ്പൂൺ കണക്കാണ് കേട്ടോ, കുറച്ചിട്ടാൽ മതിയാകും. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതെല്ലാം പൊടികളെല്ലാം നല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ആഡ് ചെയ്യാം. ആവശ്യമുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചോറ് കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം ആ ചോറിലെല്ലാം ഒന്ന് പിടിക്കണം. ഈ മസാലയെല്ലാം നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് കൊടുക്കാം. നമുക്കിനി ഗരം മസാല കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിലർക്ക് കുരുമുളക് പൊടി ഇഷ്ടമായിരിക്കുമല്ലോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇങ്ങനെ ഈ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളെല്ലാം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനിയും മല്ലിയില പുതിനയില കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി കിട്ടുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റ് നേരം ഇത് അങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കൊള്ളിക്കണം കേട്ടോ. 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. രാവിലെയൊക്കെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ രാത്രിയിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ രാവിലെ നമുക്ക് കുറച്ച് റൈസ് മീതി ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.